ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള മംഗളഗിരിയിലേക്കാണ്. മംഗളഗിരി കുന്നുകളിലാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിലെ നരസിംഹമൂർത്തി ക്ഷേത്രം എന്നറിഞ്ഞു. നമസ്കാരം. ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാൻ ടെമ്പിൾ വോയേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഭാരതത്തിലെ വിഷ്ണു ഭഗവാന്റെ 8 പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് മംഗളഗിരി ലക്ഷ്മി നരസിംഹ ക്ഷേത്രം. ഗുണ്ടൂർ ജില്ലയിലുള്ള മംഗളഗിരി തടപ്പല്ലെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാഗമാണ് മംഗളഗിരി കുന്നുകൾ. മംഗളഗിരി കുന്നിൻ്റെ അടിവാരത്തും കുന്നിൻ മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന 3 ക്ഷേത്രങ്ങളുടെ പരമ്പരയിലെ ഒന്നാണിത്. മറ്റൊരു ക്ഷേത്രം കുന്നുകളിലേക്ക് പോകുന്ന വഴിയിലും, മൂന്നാമത്തെ ക്ഷേത്രമായ ശ്രീ പനകല ലക്ഷ്മി ക്ഷേത്രം കുന്നിൻ മുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലെ രാജഗോപുരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയതിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 153 അടി ഉയരവും 49 അടി വീതിയുമുണ്ട് ഈ ഗോപുരത്തിന്. പാണ്ഡവ സഹോദരങ്ങളിൽ മൂത്തയാളായ യുധിഷ്ഠിരനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു. പ്രത്യേകിച്ചും പഴയ ഹിന്ദു പുരാണമായ ബ്രഹ്മ വൈവാർത്ത പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിജയനഗര ഭരണാധികാരികൾ ആയിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. ക്ഷേത്രത്തിലെ ഉയരം കൂടിയ അകംപൊള്ളയായ 11 നിലകളിലുള്ള ഈ രാജഗോപുരം നിർമ്മിച്ചത് ക്ഷേത്രത്തിലെ ജമീന്ദാരി രക്ഷാധികാരിയും നരസിംഹ ഭക്തനുമായിരുന്ന വായ്സ്റെഡ്ഡി വെങ്കടാദ്രി നായിഡുവാണ്. പ്രേക്ഷകരെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു ക്ഷേത്രങ്ങളിലും ശ്രീകോവിലിൻ്റെയും പ്രധാന പ്രതിഷ്ഠയുടെയും വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ നിർവാഹമില്ലാത്തതിനാൽ ഉപദൈവങ്ങളുടെയും ചുറ്റമ്പലങ്ങളുടെയും വീഡിയോ മാത്രമേ കാണുകയുള്ളൂ. നിർമ്മാണ കാലഘട്ടം അറിയാൻ നിവൃത്തിയില്ല എങ്കിലും വിജയനഗര രാജവംശത്തിലെ അനന്തരാവകാശികൾ തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രഭരണം നിർവഹിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭഗവാൻ കൃഷ്ണൻ്റേതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാതൃകയിലാണ് ഇവിടെയും പൂജകൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ പൂജിക്കുന്നത് ഒരേ പൂജാവിധിയിലാണ്. പുറത്തു കാണുന്ന ഈ ചെറിയ ക്ഷേത്രം സ്വാമി അയ്യപ്പൻ്റേതാണ്. ഇവിടെ കെട്ടുനിറച്ചാണ് ഇവിടുത്തെ വിശ്വാസികൾ ശബരിമലയ്ക്ക് വരുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. പനകല ലക്ഷ്മി ക്ഷേത്രത്തിലേക്കും നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കും വരുന്നവരുടെ വാഹനങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ദക്ഷിണ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങളെ ഞാനിവിടെ കണ്ടു. എങ്ങനെയെന്നല്ലേ, അവർ വന്ന കാറിൻ്റെ നമ്പർ വെച്ച് കേരളത്തിൽ നിന്നും, കർണാടകയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രാപ്രദേശിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, ഒറീസയിൽ നിന്നും, എന്തിന് വെസ്റ്റ് ബംഗാളിൽ നിന്നും വരെ വന്നവരുണ്ടായിരുന്നു. ഗുണ്ടൂർ ജില്ലയുടെയും മംഗളഗിരി തടപ്പല്ലെ നഗരത്തിൻ്റെയും ഭാഗികമായ ദൂരക്കാഴ്ച. മംഗളഗിരി കുന്നിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകൾ. മംഗളഗിരി ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടുത്തെ ബോർഡുകളെല്ലാം തെലുങ്ക് ഭാഷയിലായതിനാൽ വായിക്കാൻ സാധിച്ചില്ല, ഒന്നും മനസ്സിലായുമില്ല. നരസിംഹസ്വാമിയെ ദർശിക്കുവാനുള്ള ഭക്തജനങ്ങളുടെ വരിയാണ് ഈ കാണുന്നത്. തേങ്ങയ്ക്കുള്ളിൽ നെയ്യ് നിറച്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് ആഗ്രഹ സാഫല്യത്തിനുള്ള ഇവിടുത്തെ നെയ്വിളക്ക് വഴിപാട്. അതിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് തന്നെ നെയ്വിളക്ക് കത്തിക്കണം.
നരസിംഹമൂർത്തിയെ ദർശിച്ച ഭക്തജനങ്ങൾ പുറത്തേക്ക് പടി കയറി മുകളിലേക്ക് മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക്. ഓറഞ്ച് നിറത്തിൽ കാണുന്നത് കരിങ്കല്ലിൽ കൊത്തിയ ആഞ്ജനേയ വിഗ്രഹമാണ്. ഭക്തജനങ്ങൾ തൊടാതിരിക്കാൻ അവിടെയും ഒരു ഗ്രില്ലിട്ടിരിക്കുകയാണ്. മഹാലക്ഷ്മി ദർശനത്തിനുള്ള ഭക്തജനങ്ങളുടെ നീണ്ട വരി. മഹാലക്ഷ്മി ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ചെറിയ ഗുഹ ഭക്തജനങ്ങൾ തൊഴുതിട്ട് വരുന്നു. മംഗളഗിരി ക്ഷേത്ര ദർശനം ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലേക്ക്.